ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ അലിയാർ കാസിമിയെ അധികം ആൾക്കാരും മറക്കാനിടയില്ല. സോഷ്യൽ മീഡിയയിലെ ഗർജിക്കുന്ന സിംഹമാണ് അലിയാർ കാസിമി. പ്രത്യേകിച്ച് യുക്തിവാദികളുടെ, നാസ്തികരുടെ, സ്വതന്ത്ര ചിന്തകരുടെ, ഇസ്ലാം മത വിമർശകരുടെ ഒക്കെ പേടി സ്വപ്നമെന്നാണ് അവരൊക്കെ അവരെക്കുറിച്ച് തന്നെ പറയാറുള്ളത്. ഒരിക്കൽ അലിയാർ കാസിമി എനിക്കൊരു മറുപടിയുമായി വന്നിരുന്നു. അതിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ രസകരമാണ്. ജാമിദ ടീച്ചർ ചത്തു, അലിയാർ കാസിമി കൊന്നു. പിന്നീട് ആ ക്ലിപ്പ് എടുത്തു വെച്ച് തന്നെ 2 ക്ലിപ്പിന് ഞാൻ അലിയാർ കാസിമിക്ക് മറുപടി പറഞ്ഞു. 2 ക്ലിപ്പിലൂടെയും ഞാൻ അലിയാർ കാസിമിയെ തെളിവുകളുടെ പിൻബലവും ഇസ്ലാമിക പ്രമാണവും ഉപയോഗിച്ച് ഇഴകീറി പരിശോധിക്കുകയും അദ്ദേഹം പറഞ്ഞ ഓരോ വിമർശനങ്ങൾക്കും മർമ്മപ്രധാനമായി, പ്രാമാണികമായി, വസ്തുതാപരമായി ഞാൻ മറുപടി പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ഇതുവഴി കണ്ടിട്ടില്ല. അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ ചിലത് വിളിച്ചങ്ങ് പറയും, അതങ്ങ് ക്ലിക്കാകും. ശരിക്കും ഇദ്ദേഹം കഴിഞ്ഞ ഒരിക്കൽ പറഞ്ഞു, ഇസ്ലാം മതം ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാമിൽ നിന്ന് 10,000-കണക്കിന് ആൾക്കാരാണ് മതം മാറിക്കൊണ്ടിരിക്കുന്നത്, മതം വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പറയാൻ പാടില്ലല്ലോ. കാരണം അപ്പം നമ്മൾ പേടിക്കുന്നു എന്നല്ലേ. ഇപ്പം അമേരിക്കയിൽ ഏതെങ്കിലും രാജ്യവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അപ്പം അമേരിക്കയിലെ ഒരു 200 പേര് കൊല്ലപ്പെട്ടാൽ അവർ പറയും 2 പേര് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണത് പോലെയാണ് പൊതുവെ ഇവർ. പക്ഷേ അലിയാർ കാസിമി ആ തന്ത്രത്തെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹം ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ആ ലിങ്ക് കിട്ടിയിട്ട് ഒരു അരമണിക്കൂറായിട്ടില്ല, അത്ര സമയം തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ലിങ്ക് എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്താണ്, വാട്സപ്പിലൂടെ എനിക്ക് ആ ലിങ്ക് ഒന്നിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ടീച്ചർക്ക് എന്തായാലും സഹായകമാകും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ലിങ്ക് മാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആ ചിത്രമോ ടൈറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും ബ്ലാങ്ക് ലിങ്ക് മാത്രം. അപ്പൊ ജസ്റ്റ് അദ്ദേഹം ഇടുന്നതൊക്കെ സാധാരണഗതിയിൽ എനിക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിലാണ്, മറുപടി പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അദ്ദേഹം പറയുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. യുക്തിവാദികൾ പറഞ്ഞാൽ അതൊന്നും ഒരുപക്ഷെ വിശ്വാസികളാകുന്ന ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം യുക്തിവാദികളാണല്ലോ, അവർ ഇസ്ലാമിനെ തകർക്കാനാണല്ലോ പറയുന്നത് എന്ന് തോന്നും. എന്നാൽ അലിയാർ കാസിമി പറയുന്ന വിഷയങ്ങൾ, അദ്ദേഹം പറയുന്ന നഗ്ന സത്യങ്ങൾ ഇസ്ലാമിക ലോകത്തിനെന്നല്ല, നാസ്തിക ലോകത്തിനെന്നല്ല, മനുഷ്യരായിട്ടുള്ള ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്തവയാണ്. 22 മിനിറ്റ് അടങ്ങുന്ന വീഡിയോയുടെ ആദ്യത്തെ ഒരു 2 മിനിറ്റ് മാത്രം ഞാൻ ഓടിച്ചിട്ട് സ്കിപ്പ് ചെയ്തെന്ന് നോക്കി. അപ്പോൾ സംഗതി അദ്ദേഹം പറയേണ്ടതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ വസ്തുതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ, അതായത് ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നുമൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അവരുടെ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നു, കുട്ടയിൽ വെച്ച് തലയിൽ വെച്ച് ചുമക്കുന്നു. അതിനു മുമ്പ് അടിയായിരുന്നു തെങ്ങിൽ കെട്ടിയിട്ട്. അപ്പൊ അമ്മയെ സ്നേഹിക്കണമെങ്കിൽ മതം പറഞ്ഞതിന്റെ പേരിലാണ് നമ്മുടെ സമാധാന മതമായതുകൊണ്ട് ആ മതം പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഛേ എന്ന ഒരു വാക്ക് പോലും പറയരുത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പകാലത്തില് നിങ്ങളെ നോക്കി വളർത്തിയില്ലേ, അതുപോലെ അവർ വയസ്സാകുമ്പോൾ ജനാഹദിൽ നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. അങ്ങനെ അവരോട് നിങ്ങൾ സ്നേഹിക്കണം, അവരോട് നിങ്ങൾ ഛേ എന്ന ഒരു വാക്ക് പോലും പറയരുത്. അല്ലാഹുവിനെ ആരാധിക്കരുത് എന്ന് പറയുകയും അതോട് തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും മതം പറഞ്ഞതിന്റെ പേരിൽ നന്മ ചെയ്യുന്നവർ, മതം പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം
മാതാവിനെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്നവർ, കുടുംബത്തെ പരിപാലിക്കുന്നവർ, അത്തരത്തിൽ ഇസ്ലാം മതം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് ഇസ്ലാം മത പ്രഭാഷകരും ഇസ്ലാം മത ഗുണ്ടകളും നബി ഗുണ്ടകളും അള്ളാഹുവിന്റെ അപ്പോസ്തലന്മാരും ഒക്കെ തള്ളിമറിക്കുമ്പോൾ മറുഭാഗത്തിതാ ഞെട്ടിക്കുന്ന വിളംബരവുമായി അലിയാർ കാസിമി രംഗത്തുണ്ട്. അലിയാർ കാസിമി പറയുന്ന ചില വിഷയങ്ങൾ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന്. അത് നമുക്കൊന്ന് കേട്ടതിന് ശേഷം നോക്കാം. അപ്പൊ ഞാൻ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. വീഡിയോയുടെ ടൈറ്റിലുള്ളത് ലോക അവസാനം നമ്മുടെ കയ്യിലാണ് എന്നാണ് വീഡിയോയുടെ ടൈറ്റിൽ. ഏതാണ്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ അദ്ദേഹം ഈ വീഡിയോ ചെയ്തിട്ട്. എങ്ങാനും വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ ആ വീഡിയോ പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് എടുത്തു. അപ്പോൾ അലിയാർ കാസിമി അധികം ആൾക്കാർക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ആള്, ഭയങ്കര പ്രൗഢോജ്വല പ്രാസംഗികനാണ്. വളരെ കടുത്ത പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾ ലോകത്തിന്ന് വളരെ കടുത്ത പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും പീഡന പർവങ്ങൾക്കും വിധേയമായി വളരെ പ്രയാസകരമായ ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഇത്തരത്തിലുള്ള ഒരു പ്രയാസകരമായ സ്ഥിതിവിശേഷം ലോകത്തനുഭവിക്കുന്ന ഒരു ജനവിഭാഗം, ഒരു മതവിഭാഗം, ലോക ജനസമൂഹങ്ങളെ നാം മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മുസ്ലിം മതവിഭാഗത്തെ പോലെ വേറെ ഇല്ല എന്നതാണ് സത്യം. ഏതെല്ലാം അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി അടിവരയിട്ടൊന്ന് കേൾക്കണം. കേൾക്കേണ്ടുന്ന വസ്തുത ആയതുകൊണ്ടാണ്. കടുത്ത പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും പീഡന പർവങ്ങൾക്കും വിധേയമായി വളരെ പ്രയാസകരമായ ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഇത്തരത്തിലുള്ള ഒരു പ്രയാസകരമായ സ്ഥിതിവിശേഷം ലോകത്തനുഭവിക്കുന്ന ഒരു ജനവിഭാഗം, ഒരു മതവിഭാഗം, ലോക ജനസമൂഹങ്ങളെ നാം മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മുസ്ലിം മതവിഭാഗത്തെ പോലെ വേറെ ഇല്ല എന്നതാണ് സത്യം. ഏതെല്ലാം മതവിഭാഗങ്ങൾ ലോകത്തുണ്ട്, ഏതെല്ലാം ജനവിഭാഗങ്ങളുണ്ട്. ക്രൈസ്തവർ, ജൂതർ, ഹൈന്ദവർ, അതുപോലെ ബൗദ്ധർ, ജൈനർ, മറ്റ് പല പല വിഭാഗങ്ങൾ, മതരഹിതരായ നാസ്തികർ, കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മെപ്പോലെ ജീവിക്കുന്ന ഒരു ജനതയായിരുന്നിട്ടും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഇരകളായി ഇന്ന് ലോകത്ത് വിലയിരുത്തപ്പെടുന്ന ഒരേ ഒരു സമൂഹം മുസ്ലിമീങ്ങളായ നമ്മളാണ് എന്നത് ഒരു തികഞ്ഞ യാഥാർത്ഥ്യമല്ലേ? എന്ത് യാഥാർത്ഥ്യം! ശരിക്കും അലിയാർ ഉസ്താദ് അതിവിദഗ്ധമായി ഇസ്ലാമിനെ ട്രോളുന്നതല്ലേ? നിങ്ങൾ സൈലന്റ് ആയിട്ടൊന്ന് ആലോചിച്ചു നോക്കി. ഇസ്ലാം മതം പീഡിപ്പിക്കപ്പെടുകയോ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ അതോ അവരെ കൊണ്ട് മറ്റുള്ള മതസ്ഥർ ബുദ്ധിമുട്ടുന്നതോ? കാരണം ഇവരുടെ മതപ്രമാണം തന്നെ ഏത് രൂപത്തിലാണ്, അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പിന്നെ വളരെ ചുരുക്കം ചില ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ട്. അതാണെങ്കിൽ ഒരു 3 ദിവസം കുത്തിയിരുന്ന് എഴുതിയാലും തീരാത്തത്ര സംഘടനകളുടെ പേരുകളുണ്ട്. പലപ്പോഴും എൻ്റെ പല വീഡിയോകളുടെയും കമൻറ്റിൻ്റെ താഴെ ഇങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും 10-200ഓളം സംഘടനകളുടെ പേര് എഴുതുന്നത് കാണാം. അപ്പോൾ ഇസ്ലാം മതം, ഒയ്യോ മുസ്ലിങ്ങളും മൊത്തം ഭീഷണിയുടെ നടുവിലാണെന്നേ. ആരാണ് ഇവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊല്ലുന്നത്? ഇവർക്ക് സ്വസ്ഥതയില്ല. മുസ്ലിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ? കുറച്ച് ആൾക്കാർക്ക്, മുസ്ലിങ്ങൾക്ക് അവിടേക്കൊന്ന് സ്ഥലം കൊടുത്തതാണ് അഭയാർത്ഥികളായി വന്നപ്പോൾ. ഒടുവിൽ ഫ്രാൻസ് കലാപങ്ങളുടെ നെറുകയിൽ വിരാജിക്കേണ്ടി വന്നു. അപ്പോ
ആ പ്രൊഫസറുടെ തല പോയതോടുകൂടി, സാമുവൽ പാറ്റി അല്ലെ, അദ്ദേഹത്തിന്റെ തല പോയതോടുകൂടി ഫ്രാൻസിന് മനസ്സിലായിപ്പോയി. കാരണം ഇവര് നമ്മുടെ നാട് മൊത്തം സമാധാനം കൊണ്ട് മുങ്ങി കുളിപ്പിക്കും, അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് തുരത്തി തൽക്കാലം ഓടിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ആരെങ്കിലും നമ്മളോട് കുറച്ച് പൈസ കടം ചോദിക്കും, ഒറ്റയടിക്കില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം. പക്ഷേ നമ്മൾ കൊടുത്താലോ പിന്നീട് അത് ചോദിക്കാൻ പാടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം പിണങ്ങേണ്ടി വരും. അങ്ങനത്തെ ചില സുഹൃത്തുക്കൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ഫിനാൻഷ്യലി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിട്ടുണ്ട് ഞാൻ. പോട്ടെ, അതുപോലെയാണ് പല രാജ്യങ്ങളും മുസ്ലിങ്ങളെ ആരൊക്കെയാണോ അഭയാർത്ഥികളാക്കി വെച്ചത് അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. അമേരിക്കക്കാര് അവർ പരസ്പരമാണ്. അപ്പോൾ അവരിൽ ഒരാളോട് ചോദിക്കുന്നുണ്ട്, ആങ്കർ എന്തുകൊണ്ടാണ് നിങ്ങൾ ആർക്കും, ഞാനതെടുത്ത് വീഡിയോയും ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കാർക്കും നിങ്ങൾ അഭയം നൽകാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെ നാടിനെ തോലയ്ക്കാൻ നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഉള്ള സമാധാനത്തിൽ നമ്മൾ കഴിഞ്ഞുകൊണ്ട് പൊയ്ക്കോട്ടപ്പ എന്ന് പറയുന്നത് പോലെ. അപ്പൊ മുസ്ലിങ്ങൾ എവിടെയാണ് പീഡനം അനുഭവിക്കുന്നത്? ആരാലാണ് പീഡനം അനുഭവിക്കുന്നത്? മുസ്ലിങ്ങളെ ആരാണ് അലിയാർ ഉസ്താദെ ദ്രോഹിക്കുന്നത്? ഒന്ന് പറയണം കേട്ടോ. എന്തിനാണെന്ന് അറിയുമ്പോൾ അവർക്ക് നമുക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ കഴിയണമെങ്കിൽ അപാര വിൽ പവർ വേണമല്ലോ. അതുകൊണ്ടാണ്. സാവകാശം പറഞ്ഞാൽ മതി, നമ്മൾ ക്ഷമിക്കാം. എന്തുകൊണ്ട് ഈ ദുരന്തം, എന്തുകൊണ്ട് ഈ സ്ഥിതിവിശേഷം നമുക്ക് വന്നു ഭവിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് നാം ഓരോരുത്തരും, അപ്പോ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓരോ രാജ്യത്തും എത്രയെല്ലാം മതക്കാരുണ്ടായിട്ട് പോലും മുസ്ലിങ്ങൾ മാത്രം പീഡനം അനുഭവിക്കുന്നതിന്റെ കാരണം അന്വേഷിച്ച് അത് സൊസൈറ്റിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അലിയാർ കാസിമി ഉസ്താദ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനി അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിലേക്കായിരിക്കണം അലിയാർ കാസിമി പോകുന്നത്. നമുക്ക് പ്രത്യാശിക്കാം. വിചിന്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ വേദനാജനകമായ വർത്തമാനത്തെ, അല്ലെങ്കിൽ വളരെ ഭയാനകമായ ഭാവിയെ സംബന്ധിച്ചൊക്കെ അങ്ങനെ തോന്നിക്കുന്ന സ്ഥിതിവിശേഷത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ത് എന്ന് വിചിന്തനം ചെയ്യുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. പലരും പലതരത്തിലാണ്. ചിലർ പറയാറുള്ളത് ഇസ്ലാമിക സമൂഹത്തിന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ളത് കൊണ്ടാണെന്നാണ്. ഏതാണ്ടൊരു 10 കൊല്ലക്കാലം മുമ്പൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അത്രയ്ക്കൊക്കെ പറയുള്ളൂ. നമുക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അതാണോ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ? മുസ്ലിം സമൂഹത്തിന് അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ കുറവ് കൊണ്ടാണോ അവരിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ ചിലരെങ്കിലും പറയുന്നുണ്ടായിരുന്നത്രേ. നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഹറാമാണെന്നല്ലേ ഉസ്താദെ? മദ്രസയുടെ മീം, അതായത് സ്കൂള്, മദ്രസയുടെ മീം ജഹന്നമിന്റെ മീം, നരകത്തിന്റെ മീം എന്നല്ലേ ഉസ്താദെ നമ്മൾ പറഞ്ഞിരുന്നത്? നല്ല മലയാളം സംസാരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തംഫുരാനെ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന മാറ്റൊലികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ അലയൊലികൾ ഇന്നും മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ അതിന്റെ അലയൊലികൾ മുഴങ്ങുന്നുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഇജ്ജ് പജ്ജ് കുത്തിയിരിക്കുക എന്നൊക്കെ പറയില്ലേ? ഈ ഭാഷയൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഇംഗ്ലീഷ് ഭാഷ നരകത്തിന്റെ ഭാഷയാണ്, നല്ല മലയാളം കാഫിറിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അതുപോലെ സ്കൂൾ എന്തെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം മുസ്ലിം സമൂഹത്തിന് നൽകണം എന്ന ഉദ്ദേശത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇവർക്ക് മദ്രസയോടൊപ്പം തന്നെ ഒരു എഴുത്തും വായനയും ഒക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നപ്പോ രാവിലെ മുതൽ വൈകുന്നിടം വരെ മദ്രസകൾ തുടങ്ങിയില്ലേ ഉസ്താദെ നമ്മുടെ ആൾക്കാര്? അങ്ങനെ പോലും ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് പാടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല ഉസ്താദെ. കാരണം പ്രത്യേകിച്ച് ഇപ്പോ ഒരു ഉസ്താദ് ഒരിക്കൽ പ്രസംഗിക്കുകയുണ്ടായി, നല്ല നാടൻ പൊന്നാനി മത്തി കിട്ടിയാല് നെല്ലിക്ക ചതച്ചിട്ട് മത്തിക്കറി വെക്കാൻ അറിയാത്ത പെണ്ണ് IAS കാരിയായിട്ടും ഒരു കാര്യമില്ല. അപ്പോ പെണ്ണിനെ കൊണ്ട് ഇവർക്കുള്ള ഗുണം എന്താണ്? വച്ചുണ്ടാക്കുക, കിടക്കുക.
കുട്ടിയെ പേറുക ഇതുമാത്രമാണ് സ്ത്രീകളെ ഇവർ ഒരു ഭോഗവസ്തുവായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. അപ്പോൾ ഒരുപാട് ഉസ്താദന്മാർ, എന്തെല്ലാം പകരെ ഉസ്താദ്, അതുപോലെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, പിന്നെ നമ്മുടെ ഹാരിസ് മദനി, മുജാഹിദ് ബാലുശ്ശേരി, ഇവരൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരാണ്. അവരൊക്കെ പറഞ്ഞ പല പ്രഭാഷണങ്ങളും നവോത്ഥാനത്തിലേക്ക് വഴി നീണ്ടു വെട്ടുന്നതാണ്. അതൊക്കെ ഞങ്ങളും കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല ഇസ്ലാമിക സമൂഹത്തിനുള്ളത്. അത് കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ. പിന്നീടോ യമനിലേക്കും സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ ആടുമേയ്ക്കാനും പൊട്ടിത്തെറിക്കാനും പോയവരിലധികം ആൾക്കാരും യുവാക്കളായിരുന്നു. അവരൊക്കെയും ഡോക്ടർമാരും ബിടെക്കും കഴിഞ്ഞവരായിരുന്നു, ഡോക്ടർമാരായിരുന്നു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായവരായിരുന്നു. അവർ കൊണ്ടുപോയതും വേറെ മതത്തിൽ നിന്ന് ഡോക്ടർമാരെ തന്നെയായിരുന്നു പറിച്ചെടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. ഇന്ന് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാം. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ താഴെ ഇന്ന് 9 മണിക്കിട്ട വീഡിയോ, അതായത് 26-ാം തീയതി, നിരത്താറല്ലേ, 26-ാം തീയതി 9 മണിക്കിട്ട ഒരു വീഡിയോയുടെ താഴെ ഫസ്റ്റ് വന്ന കമന്റ് ഫുൾ അക്ഷരത്തെറ്റ. അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് എഴുതാൻ വരുന്നവരുടെ വിവരം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സർവ്വവിധ തെളിവുകളും പ്രമാണങ്ങളിൽ നിന്നും എടുത്തുദ്ധരിച്ചാൽ പോലും നമ്മളെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവരുടെ വിവരം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരം ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. ഒരുപാട് വിവരമുണ്ടെന്ന് കരുതി അവർ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി എടുത്തവരാണെന്നും നമ്മൾ പറയില്ല. അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. ഒരുപാട് ആൾക്കാരെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല മുസ്ലിം സമൂഹത്തിന്. മുസ്ലിം സമൂഹത്തിൽ അധികം ആൾക്കാരും ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ്. പക്ഷേ അവർ 3 വയസ്സു മുതൽ പഠിപ്പിക്കപ്പെട്ട ഈ മതമാണ് ഇവരുടെ തലച്ചോറിൽ മുഴുവനും. അതുകൊണ്ട് ആ പുറംതോടുകൾ ഭേദിച്ചുകൊണ്ട് അധികം ആൾക്കാർക്കൊന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നതാണ് കാരണം. ഓരോ മുസ്ലിമിന്റെ തലച്ചോറിനുള്ളിലും ഓരോ മത തീവ്രവാദി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല ഉസ്താദേ. മുസ്ലിം സമൂഹം പുറകിലായതുകൊണ്ടാണ് നമ്മൾ പിന്നിലായത് എന്ന് വിലയിരുത്തിയാൽ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ഒരു 10 വർഷത്തിനെങ്കിലും ഇപ്പുറം ലോക മുസ്ലിം സമൂഹം മറ്റാരെയും കടത്തിവിട്ടുന്ന നിലയിൽ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പരമാവധി. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് നമ്മൾ അത്ര പുറകിലായതുകൊണ്ടൊന്നുമല്ല. അത് ശരിയാണ്. ഈ എഞ്ചിനീയറിംഗ് മെഡിസിൻ റാങ്ക് വന്നപ്പോൾ മലപ്പുറം കോഴിക്കോടൊക്കെ വളരെ മുൻപന്തിയിലായിരുന്നു. പക്ഷെ പിന്നീട് അവരെ ചിത്രത്തിൽ കാണാനില്ല. അതാണ് സത്യം. അതുവരേക്കും ഇവരെത്തും. ആർട്സിലായിരുന്നാലും സ്പോർട്സിനായിരുന്നാലും അവർ വളരെ മികച്ച തോതിലെത്തും. പക്ഷെ പിന്നീട് അവരേതെങ്കിലും അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ പ്രത്യേകിച്ച്, ആൺകുട്ടികളാണെങ്കിൽ വിദേശത്തേക്കോ മറ്റോ പോകും. അവരുടെ തുടർ വിദ്യാഭ്യാസം പലപ്പോഴും തകരാറിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ മുസ്ലിം സമൂഹം ഇങ്ങനെ ലോകത്തിന്റെ മുഴുവൻ കണ്ണിൽ ഒരു കരടായി അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു പരിഹാസ്യപാത്രമായി. അത് ശരിയാണ് ഉസ്താദേ. ലോകത്തിന്റെ മൊത്തം കണ്ണിൽ ഇസ്ലാമിക സമൂഹം ഒരു കരടല്ല ഉസ്താദേ. ഇസ്ലാമിക സമൂഹത്തിന്റെ കണ്ണിൽ മറ്റെല്ലാ മനുഷ്യരും കരടാണ്. അവരെയൊക്കെ കൊന്ന്, അതല്ലെങ്കിൽ പീഡിപ്പിച്ച്, അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് നമ്മുടെ മതത്തിലേക്ക് ആക്കിയെടുക്കുന്നതിനു വേണ്ടി എത്രയോ ആൾക്കാർ ഇന്ന് കേരളത്തിൽ പണിയെടുക്കുന്നില്ലേ ഉസ്താദെ? അപ്പോൾ ശരിക്കും ആരുടെ കണ്ണിലാണ്? കരടല്ല ഉസ്താദെ, ക്യാൻസർ കണ്ണുകൊണ്ട് നോക്കുന്ന ഏതൊരു മുസ്ലിമിനും അന്യ മതക്കാരനെ വൈരാഗ്യത്തോടെ വെറുപ്പോടുകൂടിയേ കാണാൻ സാധിക്കും. പിന്നെ ഉസ്താദ് രണ്ടാമത് പറഞ്ഞ വസ്തുത പരിഹാസ്യരായി എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാ. കാരണം നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് മുസ്ലിങ്ങളെ പരിഹാസ്യരാക്കി മാറ്റുന്നത്. ഉസ്താദ് 33-ാം അധ്യായത്തിലെ 50, 51, 52, 53 ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരണം. അത് വായിക്കുന്ന ഏതൊരു അമുസ്ലിമും ഒരു മുസ്ലിമിനെ പരിഹാസത്തോടെ നോക്കൂ. തന്നെയുമല്ല, ഈ മതം ആരാണ് പഠിപ്പിച്ചത്? ഈ മതത്തിന്റെ പ്രമാണങ്ങളൊക്കെ ഈ മതം ഇന്നും ആരുടെ തലയിലാണ് ചാരി വെക്കുന്നത്? മുഹമ്മദ് നബിയുടെ. ആ മുഹമ്മദ് നബിയോ പെൺ വിഷയത്തിൽ വീക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉസ്താദെ?
പെണ്ണിലും കള്ളിലും നിർമ്മിച്ചിരിക്കുന്ന ഒരു മതം ആൾക്കാരുടെ മുമ്പിൽ പിന്നെ പരിഹാസ്യമായിട്ടില്ലെങ്കിലല്ലേ അർത്ഥമുള്ളൂ. ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിക്കുന്നു, എന്തിനാണ് നിസ്കരിക്കുന്നത്? ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചിലവഴിച്ച് മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് ആ ഗോപുരത്തിനകത്ത് ചുറ്റിക്കറങ്ങി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുമൊക്കെ ഉമ്മ വെച്ചിട്ട് കില പിടിച്ചൊന്ന് കുലുക്കി തിരിച്ചു വരുന്നു. എന്തിനാണ്? കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന്റെ ഒരു അംശം ദാനം ചെയ്യുന്നു. എന്തിനാണ്? വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതാനും മണിക്കൂറത്തേക്ക് ഒന്ന് നീക്കി വെക്കുന്നു, കുറച്ച് കഴിഞ്ഞെടുത്ത് മൊത്തത്തിലെടുത്ത് വിഴുങ്ങുക. എന്തിനാണ്? സ്വർഗത്തിനു വേണ്ടി. ഈ സ്വർഗത്തിൽ എന്താണുള്ളത്? 72 ഹൂറികൾ. വിവരമുള്ളവൻ ചിരിക്കില്ലേ? പിന്നെന്താണുള്ളത്? മദ്യമൊഴുകുന്ന പുഴയാണ്. സംസം വെള്ളമാണ്. അതിന്റെ കൂടെ എന്തെങ്കിലും സോഡയോ എന്തെങ്കിലും നമുക്ക് കുടിക്കാൻ പാകത്തിന് മിക്സ് ആണത്. അപ്പൊ നാരങ്ങാ വെള്ളം വേണമെന്ന് തോന്നിയാൽ മാറില്ല, ഇവിടെ കള്ളാണുള്ളത്. അപ്പോൾ എനിക്ക് പെണ്ണുങ്ങളൊന്നും വ്യഭിചരിക്കുകയൊന്നും വേണ്ട, അതൊന്നും പറ്റില്ല, ചെയ്തോണം. അതിനാണ് നമുക്ക് വേണമെങ്കിൽ മുഹമ്മദ് നബിക്ക് ഈ ലോകത്ത് ജിബ്രീൽ കൊണ്ട് കൊടുത്ത കുഫൈത്ത് വേണമെങ്കിൽ നമ്മൾ അവിടെ ആഗ്രഹിച്ചാൽ അവിടെ കിട്ടും. പിന്നെന്താ, പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. 72 ഹൂരികളെയും മദ്യപ്പുഴയും പിന്നെ കുഞ്ഞു കുഞ്ഞു ബാലന്മാർ. ഒരു വെറൈറ്റിക്ക്, നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി വെറൈറ്റിക്ക്. എങ്ങനെ ആരാ ചിരിക്കാതിരിക്കുന്നത്? വിവരമുള്ളവൻ മുസ്ലിമിനെ പരിഹസിക്കും. ചേർക്കാൻ നീ ഇതിനാണോ കൊച്ചുവെളുപ്പം കാലത്ത് ഉറക്കം കളഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടുന്ന? ഹൂറികൾക്ക് വേണ്ടിയാ? അയ്യോ, ഈ ലോകം സ്വർഗമാണ്, ഇത് നരകമാക്കിയിട്ടില്ലാത്ത സ്വർഗത്തിന് വേണ്ടിയിട്ട് ഓടുവാണല്ലോ എന്ന് ഓർത്ത് പരിഹാസ്യത്തിൽ ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉസ്താദെ. വിവരത്തിന്റെ കുറവാണ് ഉസ്താദെ, ബുദ്ധിയുടെ കുറവാണ് ഉസ്താദെ. ലോകത്തുള്ള ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഏതാണ്ട് 190-ൽ പരം ഐക്യരാഷ്ട്രസഭയിലെ UN-ലെ അംഗരാഷ്ട്രങ്ങളെ എടുത്താൽ മതാടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും അധികം മതാടിസ്ഥാനത്തിൽ ഭൂരിപക്ഷമുള്ള ജനങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടേതാണെന്നാണ്. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ ഉസ്താദെ, കൊള്ളയടിച്ചും വെട്ടിപ്പിടിച്ചും യുദ്ധം ചെയ്തുമൊക്കെ കുറേയധികം നാടുകൾ, രാജ്യങ്ങൾ ഉണ്ടാക്കിയെന്ന് കരുതി നമ്മൾ ശരിയായിരിക്കണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ ഉസ്താദെ? മുഹമ്മദ് നബി തന്നെ ആ കാലഘട്ടത്തിൽ കൊള്ളയടിച്ചും പിടിച്ചു പറിച്ചും എത്ര ഉണ്ടാക്കി, എത്ര മുസ്ലിങ്ങളെ ഉണ്ടാക്കി. മുസ്ലിങ്ങൾ കുറെ തലയെണ്ണം കൂടിയാലുടനെ അവര് ശരിയാണെന്നാണോ ഉസ്താദെ അതിന്റെ അർത്ഥം? ജീവനീ പേടിയുള്ളവൻ കഴുത്തിൽ വാള് വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം പറയില്ലേ ഉസ്താദെ? അപ്പോ നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുപാടില്ലാത്തതോ വിദ്യാഭ്യാസത്തിന്റെയോ കുറവല്ല നമ്മുടെ പ്രശ്നം എന്നാണ് ഉസ്താദ് പറയുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായ ഒരു കാര്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷ ഭീഷണിയെ അഭിമുഖീകരിക്കുക. ഭൂരിപക്ഷ മതവിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഭീകര വിഭാഗത്തിന്റെ ആക്രമണത്തെ കുറിച്ചുള്ള ആശങ്കകളാൽ ഇന്ത്യയിലെ മുസ്ലിം ജനത കനത്ത പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഉസ്താദെ തള്ളുമ്പോ ഒന്ന് മയത്തിൽ തള്ളണേ ഉസ്താദ്. പുട്ടാണെന്ന് തോന്നുന്നു തിന്നത് ഉസ്താദെ. 1921 ഒന്ന് നോക്കണേ ഉസ്താദ്. ഇപ്പോൾ തന്നെ ഇന്ത്യയില് മുസ്ലിം ജനസംഖ്യ കുറവാ, പക്ഷെ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്നും വല്ല സമാധാനം ഉണ്ടോ ഉസ്താദെ? ഇവരിത്രയായിട്ട് ഇങ്ങനെ. അപ്പൊ ഭൂരിപക്ഷമായാൽ എന്തായിരിക്കും ഉസ്താദെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഒരു മുസ്ലിമും ഭീഷണിയിലല്ല ഉസ്താദെ, മുസ്ലിം കാരണം മറ്റുള്ളവരാണ് ഉസ്താദെ ഭീഷണിയിലായിരിക്കുന്നത്. ഉസ്താദിനറിയോ, എനിക്കൊക്കെ പുറത്തൊന്നൊക്കെ ഒന്ന് ഇറങ്ങി യാത്ര ചെയ്യാൻ പോലും നിവൃത്തിയില്ല ഉസ്താദെ. നിഴൽ പോലെ ഉസ്താദിന്റെ ആൾക്കാർ ഇങ്ങനെ പിന്തുടരാൻ, തരം കിട്ടിയാൽ കഴുത്ത് വെട്ടും. ആ രൂപത്തിൽ പേടിച്ചാണ് ഉസ്താദെ, പേടി എന്ന് പറഞ്ഞാൽ ആ പേടിയല്ല, ഏതു സമയവും മരണം പ്രതീക്ഷിച്ചാണ് ഉസ്താദെ ജീവിക്കുന്നത്. നമ്മുടെ സമാധാന മതം അല്ലേ? നമ്മുടെ മതം അങ്ങനെയാണ്. മതം വിട്ടവനെ വിട്ടാത്താട്ടും, അതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ഉസ്താദ് തള്ളുവാണ്. ഉസ്താദ് മുസ്ലിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. അതോ ഉസ്താദ് ശരിക്കും ട്രോളുവാണോ? മുസ്ലിങ്ങൾ കാരണം നമ്മൾ അനുഭവിക്കുന്ന ഭീഷണിയൊക്കെ ഉസ്താദ് തന്നെ അതുകൊണ്ടാണോ? ഭൂരിപക്ഷമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം എന്ന ഒരു തീർപ്പിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക് കുറഞ്ഞപക്ഷം ഇന്ത്യയിലെ ആളുകളെങ്കിലും ഒരുപക്ഷെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെ സത്യത്തിൽ നമുക്ക് ഭൂരിപക്ഷമില്ലാത്തതുമാണോ പ്രശ്നം?
എന്ന് ശരിക്കും ആലോചിക്കുമ്പോൾ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് എന്തുണ്ടായി എന്ന് ആലോചിക്കണം. ഇന്ത്യയിലല്ലേ നമ്മൾ ഭൂരിപക്ഷം അല്ലാതുള്ളൂ. അതെ, ഉസ്താദ് പറഞ്ഞു വെക്കുന്ന പോയിന്റ് എന്താണ്? ഇന്ത്യയിൽ ഇസ്ലാം ഭൂരിപക്ഷം ഇല്ലല്ലോ, എന്നിട്ട് നമുക്ക് സമാധാനമില്ല. ഇനി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലോ ഉസ്താദെ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ സമാധാനത്തിലാണോ ഉസ്താദെ അവരൊക്കെ ജീവിക്കുന്നത്? അവര് ബോംബ് പൊട്ടിച്ച് കളിക്കുകയല്ലേ ഉസ്താദെ? കുട്ടികൾ ഗോലി ഉരുട്ടി കളിക്കുന്നത് പോലെ ബോംബ് പൊട്ടിച്ച് കളിക്കുക. അതുപോലെ നമ്മുടെ ഇന്ത്യയെ ആക്കി മാറ്റാൻ ഉസ്താദൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് ഉസ്താദെ. ഉസ്താദിന്റെ ബാക്കി 15 മിനിറ്റ് കൂടിയുള്ള ക്ലിപ്പുണ്ട്. നമ്മളിപ്പോൾ 5 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി കൂടിയുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ഉസ്താദിന് പറയാനുള്ളത് എന്ന് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും നമ്മളത് കേൾക്കും, നോക്കും, പഠിക്കും, മനസ്സിലാക്കും. ഉസ്താദിന്റെ ഗവേഷണം ശരിയാണെങ്കിൽ നമ്മളൊരു സല്യൂട്ട് ഓടിക്കും. കാരണം ഉസ്താദ് പെട്ടെന്നുള്ള വഴിയാണല്ലോ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഉസ്താദ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദി.